നിന്റെയൊക്കെ കാമത്തിന് തടസ്സമാകുമെന്ന് കരുതിയിട്ട് കുഞ്ഞുങ്ങളോട് ഇതല്ല ചെയ്യേണ്ടത്. ഇനി ഇതുപോലെ പേക്കൂത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന എല്ലാ അവളുമാരോടും അവന്മാരോടും ആയിട്ട് പറയാണ്, നിനക്കൊന്നും കുഞ്ഞുങ്ങളെ വേണ്ടെങ്കിൽ ഏതെങ്കിലും അമ്മത്തൊട്ടിൽ കൊണ്ടിടുക, അല്ലെങ്കിൽ മക്കളില്ലാത്ത ആർക്കെങ്കിലും കൊണ്ട് കൊടുക്കുക, അല്ലെ ഏതെങ്കിലും വഴിയിൽ ഉപേക്ഷിക്കുക. ആരെങ്കിലും എടുത്തോണ്ട് പോയി അവത്തുങ്ങളെ പൊന്നു പോലെ നോക്കിക്കോളൂ. എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, എനിക്കിനി വേണ്ടെങ്കിൽ ഒരു മോളെനിക്ക് വേണ്ട. സമൂഹത്തിലും ഉള്ളതിലും ഒരു കുഞ്ഞിന് ഇങ്ങനെ ഒരു ആപത്ത് വരാൻ പാടില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോ ഈ ജംഗ്ഷനിൽ നിന്ന് ഞാനും പിന്നാലെ പോയതാണ്. ഈ കുട്ടിയുടെ കാലിലെ മുറിവ് വേണ്ടി ഇവനോട് ഞാൻ ആദ്യമായിട്ട് ചോദിക്കുകയാണ്, കുട്ടിയുടെ കാലിലെ മുറിവ് എന്താ? സിഗരറ്റ് കുറ്റി വെച്ച് കുത്തിയതുപോലുള്ള പാടായിരുന്നു. ഏകദേശം 6ഓളം പാടി ഈ കുട്ടിയുടെ ഭാഗത്തുണ്ടായിരുന്നു. ചോദിക്കുമ്പോൾ എന്നോട് പറഞ്ഞത് ചൂടുവെള്ളം വീണത് എന്നാണ് പറയുന്നത്. വീണ്ടും ഞാൻ ആവർത്തിച്ച് ചോദിക്കുമ്പോൾ അവൻ കരഞ്ഞ് അഭിനയിച്ച് അതിനുശേഷം ഇവിടുത്തെ മറിയം ഹോസ്പിറ്റലിലെ ഡോക്ടർ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ കുട്ടി മരണപ്പെട്ടിട്ടുണ്ടെന്ന്. അതിനുശേഷമാണ് റെഫർ ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴും ഇവൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കയറ്റാനുള്ള തന്ത്രപ്പാടാണ് അവൻ ചെയ്തത്. അതായത് ഈ കൂടെ നിൽക്കുന്ന ഈ നാട്ടുകാരെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. കുട്ടിക്ക് ചോറ് കൊടുത്തപ്പോൾ ഈ കുട്ടി വൊമിറ്റ് ചെയ്ത് ഛർദ്ദിച്ചു മരണപ്പെട്ടു എന്നാണ് അവൻ പറഞ്ഞത്. പക്ഷേ ഇവന്റെ അളിയൻ അൻസൽ എന്ന് പറയുന്ന ഇവന്റെ അളിയൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അവൻ പറഞ്ഞ കാര്യമാണ്, കയറി വരുമ്പോൾ ഈ കുട്ടി കണ്ണ് രണ്ടും അടച്ച് തല കുമ്പിട്ട് കിടക്കുന്ന കുട്ടിക്ക് അവൻ ചോറ് വാരി കൊടുക്കുകയാണ്. അതായത് അവൻ കുട്ടിയെ മുൻപേ കൊന്നിട്ട് ചോറ് കൊടുത്തപ്പോൾ. ഹലോ ഗൈസ്, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കണ്ടവരുടെ കൂടെ അഴിഞ്ഞാടാൻ വേണ്ടിയിട്ട് സ്വന്തം കുഞ്ഞിനെ കൊല്ലുന്നത് നോക്കി നിന്ന ഒരു താടകയായ അമ്മ, അഖില എന്ന താടക. ഇവളൊക്കെ ഒരു അമ്മയാണോ? ഇവളുടെ കാമം തീർക്കാൻ വേണ്ടിയിട്ട് ആദ്യ ഹസ്ബൻഡിനെ കൊന്നതല്ല എന്ന് എങ്ങനെ അറിയും? അഷ്കർ എന്ന് പറയുന്ന ആ ദുഷ്ടൻ, ആ കാബാലികൻ ഈ കുഞ്ഞിനെ ഇട്ട് ഉപദ്രവിക്കുന്നതും ഒക്കെ ഇവള് കണ്ടുകൊണ്ട് നിന്ന്. ഇവക്ക് മനസാക്ഷി എന്നു പറയുന്നില്ലേ? ഇവള് പ്രസവിച്ച കുഞ്ഞല്ലേ? ഇവക്ക് മനസാക്ഷിയില്ലേ? അവന് ഈ കുഞ്ഞിനെ എടുത്തിട്ട് ഉപദ്രവിക്കുകയും സിഗരറ്റ് വെച്ച് കുത്തുകയും ഒക്കെ 6ഓളം മുറിവുകൾ, സിഗരറ്റിന്റെ കുത്തിയ പാടൊക്കെ ഉണ്ട്. അത്രയും കണ്ടിട്ട് ഇവളെ അനങ്ങാതെ നോക്കി നിന്നപ്പോ ഇവളെ എന്തായിരിക്കും ഇവളുടെ മനസ്സ്? ഇവളുടെ ചിന്ത ആ കുഞ്ഞു ഇവർക്കിടയിൽ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഈ കുഞ്ഞിനെ ഒഴിവാക്കണമെന്ന് അവളുടെ മനസ്സിലും ഉണ്ടായിട്ടുണ്ടാവും. അതായിരിക്കുമല്ലോ ഈ കുഞ്ഞിനെ ഇത്രത്തോളം ക്രൂരമായിട്ട് ഉപദ്രവിച്ചിട്ടും അവൾ അനങ്ങാപ്പാറയായിട്ട് എല്ലാം. കല്യാണത്തിന് മുമ്പ് ഭയങ്കര കരച്ചിലാണ്. അപ്പൊ ഞാൻ എന്തെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇതൊന്നും പറയൂല. അപ്പൊ ഇവൻ മാനസിക പീഡനം തുടങ്ങി കല്യാണത്തിന് മുമ്പേ ഫോണിലൂടെ. അപ്പം ചോദിക്കുമ്പോൾ ഒന്നും പറയില്ല, ഭയങ്കര കരച്ചിലാണ്. ഞാൻ ചോദിച്ചു കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ പറയുമെന്ന് പറയുമ്പോൾ അവൾ ഒന്നും ഞങ്ങളോട് പറയൂല. എന്നിട്ട് ഞാൻ ഒരു മാസം ലീവ് എടുത്ത് വീട്ടിൽ നിന്ന് എൻ്റെ വീട് വൃത്തിയാക്കാനായിട്ട് നിന്നപ്പോൾ ഒരു ദിവസം ഒരു ഫോൺ കോൾ വരികയാണ്. അപ്പോൾ അവൻ ഫോണിൽ കൂടെ എന്നെ ചീത്ത പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഈ വ്യക്തിയാണ് നീ കെട്ടാൻ ഒരുങ്ങുന്നത്. അപ്പോഴും ചീത്ത വിളിച്ചെന്തിനാണ്? പണവും സ്വർണവും എൻ്റെ നിന്ന് വാങ്ങിച്ചു കൊടുക്കണമെന്നും പറഞ്ഞ് അപ്പോഴേ അവർ നിരന്തരം ശല്യപ്പെടുത്തുകയാണ്. ഇവരെന്ന് വെച്ചാൽ ആഡംബര ജീവിതക്കാരാണ്. അവർ സ്വന്തം ഒരു ചെറിയ വീടുണ്ട്, ആ വീട്ടിൽ താമസിക്കൂല. എൻ്റെ മോളെ വിളിച്ചിറക്കിക്കൊണ്ട് പോയിട്ട് വാടകയ്ക്ക് വീടെടുത്താണ് താമസിപ്പിച്ച, ഒറ്റയ്ക്ക്. പരിസരമായിട്ട് സഹകരിക്കാൻ സമ്മതിക്കൂല. മോളെ എന്തൊക്കെയാണ് ചെയ്തത്? മോളെ തല ഭിത്തിയിൽ വെച്ച് ഇടിക്കും, ബാക്ക് സൈഡ് നമ്മളെ സെറിബെല്ലത്തിൻ്റെ ഭാഗത്താണ് ഇടി എന്ന് പറഞ്ഞാൽ ക്ലോസറ്റിൽ വെച്ചാണ് ഇടിക്കണം. ഇടിച്ച് ബോധം കെട്ട് പല ദിവസവും കിടന്നിട്ടുണ്ടെന്ന്. എന്നിട്ട് തള്ളയും സഹോദരിയും ഇവനും കൂടെ എൻ്റെ കൊച്ചിനെ വീട്ടിൽ എന്നെ കൊണ്ടാക്കെന്നും പറഞ്ഞ് കതവ് തുറന്ന് ഇറങ്ങാൻ പോയപ്പോഴത്തേക്ക് 3 പേരും കൂടെ വലിച്ചിഴച്ച് ബാത്റൂമിൽ കൊണ്ടിട്ട് വീണ്ടും ഇവൻ വയറ്റിൽ ചവിട്ടുകയും ഇടിക്കുകയും ചെവിട്ടത്ത് ഇടിക്കുകയും അടിക്കുകയും ഒക്കെ ചെയ്തു. എന്ന് വെച്ചാൽ പറയാൻ പറ്റാത്ത തരത്തിലുള്ള ക്രൂരതയാണ്. അതിന് മുമ്പായിട്ട് തന്നെ എൻ്റെ കൊച്ചിനെ പല പ്രാവശ്യമായിട്ട് ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ച് പല പ്രാവശ്യം അവർ കൊല്ലാൻ ശ്രമിച്ച് കൊച്ചിനെ ഫാനിൽ ഇവരെ കെട്ടിത്തൂക്കാൻ ഒരുങ്ങി. അടിച്ച് 3 പേരും കൂടെ അടിച്ചിട്ട് കൊച്ചു അബോധാവസ്ഥ ആയപ്പോഴത്തേക്ക് ഫാനിൽ കെട്ടിത്തൂക്കാൻ ഒരുങ്ങിയപ്പോൾ എങ്ങനെയോ എൻ്റെ കൊച്ചിന് ഓർമ്മശക്തി ദൈവം തമ്പുരാൻ കൊടുത്ത്. അങ്ങനെ കൊച്ച് കരഞ്ഞ് വിളിച്ചപ്പോഴത്തേക്ക് അയൽവക്കക്കാർ കേട്ട്. അവർ ഞങ്ങളോട് വിളിച്ചു പറഞ്ഞ് ആ വീട്ടിൽ ഭയങ്കര വഴക്കാണെന്ന്. അയൽവക്കക്കാർ ആരും അവിടെ സഹകരിക്കില്ല. കാരണം ഈ സ്ത്രീ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോഴും ആ സ്ത്രീ ഇട്ടിരിക്കുന്ന വസ്ത്രം വലിച്ചു കീറിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോവുകയാണ് അവർക്ക് വിജയത്തിന് വേണ്ടി. അതുകൊണ്ട് അവിടെയുള്ള അയൽവക്കക്കാരാ നാട്ടുകാരാ ഒന്നും ഇവരോട് ഒന്നും പറയൂല. ഇതാണ് അവിടുത്തെ ഒരു അവസ്ഥ. അഷ്കറിന്റെ ആദ്യ ഭാര്യ ആമിന ആ കുട്ടിയെ ഉപദ്രവിച്ച് ആ കുട്ടിയെ ഒരു അസുഖക്കാരിയാക്കി, സംസാരശേഷി പോലും നഷ്ടപ്പെടുത്തി, ആ കുട്ടിയെ ചെയ്യാവുന്നതിന്റെ പരമാവധി ദ്രോഹിച്ച് ആ കുട്ടിയെ ഒരു നിത്യരോഗിയായിട്ട് ആക്കിയിട്ടാണ് ഇവൻ ഇവളുടെ കൂടെ, ഈ അഖിലയുടെ കൂടെ ഇറങ്ങിപ്പോയിരിക്കുന്നത്. ശരിക്കും ഇവന്റെയൊക്കെ അസുഖം എന്താ? ഇവൻ ഒരെണ്ണത്തിനകത്തൊന്നും ഒതുങ്ങത്തില്ല. ഇവൻ കാരണം പല പെൺകുട്ടികളും ആത്മഹത്യ ചെയ്തതായിട്ടും അറിയുന്നുണ്ട്. എന്തായാലും ആ ഒരു നിഷ്കളങ്കയായ കുഞ്ഞിനെ
കൊല്ലാക്കൊല ചെയ്തിട്ട് ഇവൾക്കൊക്കെ എന്ത് കിട്ടി? നിനക്കൊന്നും വേണ്ടായെങ്കിൽ എത്ര അമ്മത്തൊട്ടിലായാലും എത്രയോ ആൾക്കാർക്ക് മക്കളില്ലാതെ എത്രയോ ആൾക്കാർ വിഷമിക്കുന്നുണ്ട്. അവർക്ക് ആർക്കെങ്കിലും ഈ കുഞ്ഞിന് കൊടുത്തുകൂടായിരുന്നോ? നിനക്കൊക്കെ സമാധാനത്തെ ഇനി കഴിയാമെന്ന് നീയൊക്കെ കരുതുന്നുണ്ടോ? അവളെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് പിന്നെ വിഷം വരെ കൊടുത്ത് കവിള് പൊത്തിപ്പിടിച്ചും കൊണ്ട് എലി വിഷം കലക്കി കൊടുത്തെന്ന്. അമ്മ എന്താ പരാതി എന്തെങ്കിലും കൊടുക്കുന്നത്? പരാതി ഞങ്ങൾ അത് പറയാൻ വിട്ടുപോയി. പല പ്രാവശ്യം ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും. പാലോട്ട് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഇവൻ്റെ സ്റ്റേഷൻ പരിധിയിൽ കൊടുക്കണമെന്ന് പറഞ്ഞ് നെടുമങ്ങാട്ട് ഞങ്ങൾ പല ആവർത്തി പരാതി കൊടുത്തപ്പോൾ ഈ പരാതി കണക്കിലെടുക്കൂല. കാരണം എന്നോ അവിടെ വണ്ടി ഓട്ടിച്ചിട്ടുണ്ട് പോലീസുകാർ. അതുകൊണ്ട് പോലീസുകാരല്ല ഇവൻ്റെ സൈഡാണ് നിൽക്കണം. ഞങ്ങൾ നെടുമങ്ങാട് സ്റ്റേഷനിൽ എന്നിട്ട് പല ആവർത്തിയിൽ ഞങ്ങൾ അവിടെ കൊടുത്തതാണ്. എന്നിട്ടും ആ കേസിന് ഒരു തുമ്പും ഉണ്ടാക്കിയിട്ടില്ല. എന്നിട്ട് ഇപ്പം വനിതാ കമ്മീഷനിൽ ഞങ്ങൾ പരാതി കൊടുത്തു. ആദ്യത്തെ ഒരു ദിവസം വന്ന്, പിന്നെ 3 പ്രാവശ്യം വിളിച്ചിട്ട് ഇവൻ കള്ളങ്ങൾ പറഞ്ഞ് ഒഴിയും വരൂല. അന്ന് ആദ്യത്തെ പ്രാവശ്യം ഹിയറിങ്ങിന് വിളിച്ച് ഇവൻ വന്ന് അപ്പോഴവർ പറഞ്ഞ്, അവിടുത്തെ വനിതാ കമ്മീഷണർ പറഞ്ഞ് നീ മാസത്തിൽ എത്ര രൂപ കൊച്ചിന് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ 10,000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. കൊണ്ട് എന്തായാലും ഇപ്പൊ ഈ വിഷയമൊക്കെ വന്ന സാഹചര്യത്തിൽ ഇവൻ ഇതിനപ്പുറവും ചെയ്യുമെന്നുള്ളത്. ഇവനെ വെറുതെ വിടാൻ പാടില്ല. ഇവന് തക്കതായ ശിക്ഷ കൊടുക്കണം. ഇനി ഒരു പെൺകുട്ടികളെ ഇങ്ങനെ ചതിക്കാൻ പാടില്ല. ഇവന് നിന്നവരെയും ശിക്ഷിക്കണം. നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. അവര് കള്ളത്തരമല്ലാതെ വേറൊന്നും പറയൂല. ഭയങ്കരമായി കള്ളത്തരം പറയുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ എൻ്റെ മോളെ കൂട്ടിക്കൊടുത്ത ഈ ആമിനായെയും നിങ്ങൾ വെറുതെ വിടരുത്. എന്നിട്ട് മോളെ കൊണ്ട് പിന്നെ ലോൺ അടിച്ചും മർദ്ദിച്ചും 4 ലോൺ എടുത്തിച്ച് എന്നിട്ട് ബാങ്കുകളിൽ നിന്നല്ല വിളിപ്പിക്കുന്നത്. ഇവൻ പല പെണ്ണുങ്ങളെ കൊണ്ട് എൻ്റെ ഫോണിൽ വിളിപ്പിക്കും. ആമിനാരയിൽ ഞാൻ ഇന്ന ബാങ്കിൽ നിന്ന് വിളിക്കാൻ, എനിക്ക് പൈസ അയക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ശല്യമാണ് ഇപ്പോഴും. അപ്പോൾ കൊച്ചിനത് കേൾക്കുമ്പോൾ വീണ്ടും ഒരു വിഷമമാണ്. എന്തായാലും ഇനി നിയമ നടപടിയായിട്ട് പോകും. ഇവന് കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണം. ഇനി ഒരു പെൺകുട്ടിയേക്കും ഈ ഒരു ദുരവസ്ഥ വരാൻ പാടില്ല. എൻ്റെ മോക്ക് വന്ന അവസ്ഥ വരാൻ പാടില്ല. എൻ്റെ മോനെ എവനാണോ കൊന്നത് തന്നെ എനിക്കൊരു സംശയമുണ്ട്. എൻ്റെ മോനെ വെള്ളത്തിൽ മുക്കി കൊല്ലുമെന്ന് പറഞ്ഞ്, എൻ്റെ മോനെ സ്കൂളിൽ ഗുണ്ടാളെ വിട്ട് അടിച്ചു കൊല്ലുമെന്ന് പറഞ്ഞ്, അതിനുശേഷമാണ് എൻ്റെ മോൻ മരിക്കുന്നത്. ഞങ്ങൾ എല്ലാം കൊണ്ടും തകർന്ന ഒരു അവസ്ഥയിലാണ്. മോന് ഇക്ബാൽ ഹൈസ്കൂളിൽ പോയി. ഞങ്ങളടുത്ത് മെഡിക്കൽ കോളേജിൽ 2 ദിവസം ഞങ്ങളടുത്ത് കിടന്നുറങ്ങിയിട്ട് പിറ്റേന്ന് പോയ മോനാണ്. അപ്പോൾ അന്ന് 2024 ജൂൺ 4-ാം തീയതി സ്കൂൾ തുറക്കുകയാണ്. സ്കൂളിൽ പോയി അഡ്മിഷന് കൊടുത്തിട്ട് തിരിച്ച് അവനും അവൻ്റെ കൂട്ടുകാരനും കൂടെ വന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ഇനി കൂട്ടുകാരൻ പറഞ്ഞാൽ കുളിക്കാൻ ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ഗ്രാമത്തിന് തടസ്സമാകുമെന്ന് കരുതിയിട്ട് കുഞ്ഞുങ്ങളോട് ഇതല്ല ചെയ്യേണ്ടത്. ഇനി ഇതുപോലെ പേക്കൂത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന എല്ലാ അവന്മാരോടോ ആയിട്ട് പറയാണ്, നിനക്കൊന്നും കുഞ്ഞുങ്ങളെ വേണ്ടെങ്കിൽ ഏതെങ്കിലും അമ്മത്തൊട്ടിൽ കൊണ്ടിടുക, അല്ലെങ്കിൽ മക്കളില്ലാത്ത ആർക്കെങ്കിലും കൊണ്ട് കൊടുക്കുക, അല്ലെ ഏതെങ്കിലും വഴിയിൽ ഉപേക്ഷിക്കുക. ആരെങ്കിലും എടുത്തോണ്ട് പോയി അവത്തുങ്ങളെ പൊന്നുപോലെ നോക്കിക്കോളും. ഇനി ഇതുപോലൊക്കെ ചെയ്തിട്ട് നിനക്കൊക്കെ സ്വസ്ഥമായിട്ട് ജീവിക്കാമെന്ന് നീയൊന്നും കരുതണ്ട. എന്തായാലും ഈ അഖിലയ്ക്കായാലും അഷ്കറിനായാലും തക്ക ശിക്ഷ തന്നെ കിട്ടട്ടെ. ആ ഹസ്ബൻഡിനും ആ കുഞ്ഞിനും ഒക്കെ നീതി കിട്ടട്ടെ. ഇനി ഒരു സ്വസ്ഥമായിട്ട് ഇവരെ ഒരുമിച്ച് ജീവിക്കാൻ ഒരിക്കലും അവിടെ വരുത്തരുത്. കാരണം ഇവർക്ക് വധശിക്ഷയെങ്കിൽ വധശിക്ഷ, ഇവർക്ക് ഏറ്റവും വലിയ ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കുക. ആ പിഞ്ചു കുഞ്ഞിന്റെ മുഖം കണ്ടിട്ട് സഹിക്കുന്നില്ല. അത്രയ്ക്ക് സങ്കടം തോന്നുവാണ് ആ കുഞ്ഞ്